الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീനിന്റെ യഥാർത്ഥമായ വഴിയിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിജയിച്ച് ഈമാൻ ഉറപ്പിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനികളെ, ഓഗസ്റ്റ് മാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും ഒരു അനുസ്മരണത്തിന്റെ, ഓർമ്മപ്പെടുത്തലിന്റെ, ഓർത്തെടുക്കലിന്റെ ഒരു മാസമാണ്. നമ്മുടെ മഹത്തായ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം കെട്ടുകെട്ടിയ ഒരു മാസമാണ് ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് മാസം 15-ാമത്തെ തീയതി നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുപോലെ 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനം അതൊരു പ്രസ്ഥാനമായി രൂപപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതുവഴി ധീരോദാത്തമായ പോരാട്ടത്തിന്റെ ബാക്കി പത്രം എന്ന നിലയിൽ 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഒരു വിശ്വാസി എന്ന നിലയിൽ, ഒരു മുസ്ലിം എന്ന നിലയിൽ, ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും ചില കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കേണ്ടത്, ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. സ്വാതന്ത്ര്യം ജന്മാവകാശമാണ്. മനുഷ്യന്റെ, അവൻ ജനിച്ചതിന്റെ അടിസ്ഥാനപരമായ ഒരു അവകാശം എന്ന് പറയാം. ആ ജന്മാവകാശം നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ അവകാശത്തിന് വേണ്ടി അവൻ പോരാട്ടം നടത്തണം, സമരം നടത്തണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ ഒരു ഭാഷ്യം തന്നെ മനുഷ്യരെല്ലാം അടിമകളാണ്, ഉടമയായ അള്ളാഹുവിന്റെ അടിമ. ഇബാദ് എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയുക. അടിമകൾ അള്ളാഹുവിന്റെ അടിമയാണ്. മനുഷ്യന്റെ അടിമയല്ല, മനുഷ്യൻ രാജാവിന്റെ അടിമയല്ല. മനുഷ്യനെ അടിമപ്പെടുത്താൻ മറ്റൊരു മനുഷ്യന് അവകാശമില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സ്വാതന്ത്ര്യനാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നൊക്കെ പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പടച്ച തമ്പുരാന്റെ മതത്തിൽ നേരത്തെ അങ്ങനെയാണ്. ജനാധിപത്യം വേണം, മതേതരത്വം വേണം, സ്വാതന്ത്ര്യം വേണം. ഇത് ഖുർആന്റെ ഒരു ശാസനയാണ്, ഖുർആന്റെ ആഹ്വാനമാണ്. ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കപ്പെടുന്ന മനുഷ്യൻ സ്വീകരിക്കേണ്ട മൂല്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണ് മുസ്ലിം സമൂഹം പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണ് പൂർവീകരായ മുഴുവൻ ആളുകളും ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
രണ്ടാം ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മിസ്റിലെ ഗവർണറായിരുന്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. പ്രമുഖനായ സഹാബിയാണ്. ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ ഒരു സഹാബിയാണ്. മിസ്റിലെ ഗവർണറായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സുദീർഘമായ കാലഘട്ടം ഗവർണറായിട്ട് ഭരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഖിബ്തി വംശത്തിൽപ്പെട്ട ഒരു സാധാരണ ചെറുപ്പക്കാരനെ ആക്രമിച്ചു. അത് ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ജാതീയമായ ഒരു അധിക്ഷേപമോ അല്ലെങ്കിൽ ഭാഷാപരമായ ഒരു വിവേചനമോ ആയിട്ട് അയാൾക്ക് തോന്നി. കാരണം അറബികൾ മേൽക്കോയ്മ നേടുന്നു എന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതി നിന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് വളരെ വലിയൊരു വിഷയമാക്കി എടുത്തു, ആ ചെറുപ്പക്കാരൻ. അങ്ങനെ അദ്ദേഹം നീതിമാനായ ഭരണാധിപൻ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, മിസ്റിലെ ഗവർണർ അംർ ഇബ്നു ആസിന്റെ മകൻ എന്നെ ആക്രമിച്ചിരിക്കുന്നു, അതിനൊരു പരിഹാരം കാണണം. നീതിമാനായ ഭരണാധിപൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു ചെറിയ മേറ്റർ എന്ന് നമ്മൾ പറയുന്നു, ചെറിയ മേറ്ററിന്റെ പേരിൽ അന്ന് മിസ്റിലെ ഗവർണറായ അംർ ഇബ്നു ആസിനെ വിളിച്ചു വരുത്താണ്. ഒരു ഭരണാധിപൻ ഒരു ചെറിയ മേറ്ററാണ്. ആക്രമിച്ചു എന്നുള്ളതാണ്, അടിച്ചു എന്നുള്ളതാണ് മേറ്റർ. ഭരണാധിപൻ ആരാകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു സംഭവമാണ്. ഇന്നത്തെ ഭരണാധിപരുടെ അവസ്ഥ ഇതുമായി നാം തുലനം ചെയ്യുമ്പോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. മനുഷ്യത്തൊക്കെ പറയുന്ന അന്നത്തെ കപട മതേതരവാദികളും അതേപോലെ തന്നെ മനുഷ്യത്വവാദികളുമായ മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭരണകർത്താക്കൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ ചരിത്രം പഠിക്കണം. അംർ ഇബ്നു ആസിനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ചോദിച്ചു, തങ്ങളുടെ മകൻ ഇങ്ങനെ ഖിബ്തി വംശത്തിൽപ്പെട്ട ഒരാൾ ആക്രമിച്ചിട്ടുണ്ട്, താങ്കളുടെ നിലപാടെന്താണ്? എന്തുകൊണ്ടാണ് തങ്ങൾ സക്രിയമായിട്ട് അതിൽ ഇടപെടാത്തത്? ആ കേസ് ഇന്നോളം എത്തേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഖിബ്തി വംശത്തിൽപ്പെട്ട ചെറുപ്പക്കാരനോട് തന്റെ കയ്യിലുള്ള ഊന്നുവടി എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഉമർ ഖത്താബ് പറഞ്ഞു, തന്നെ ഏത് രൂപത്തിലാണോ അംറിന്റെ മകൻ അംർ ഇബ്നു ആസിന്റെ മകൻ അടിച്ചത്, പ്രഹരിച്ചത്, അതേപോലെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ വടിയെടുത്ത് അടിച്ചു, പ്രതിക്രിയ നടത്തി. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അംർ ഇബ്നു ആസിനെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടി വേണോ എന്ന്. ആലോചിച്ചു, ഗവർണർക്കെതിരെ നീതിമാനായ ഭരണാധിപനാണ്. അദ്ദേഹം പറഞ്ഞു, ആവശ്യമില്ല. ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, തങ്കലിപികളാൽ എഴുതപ്പെട്ടൊരു വാക്കാണ്, എപ്പോഴാണ് താങ്കൾ മനുഷ്യനെ അടിമയാക്കി വെച്ചത്? ഓരോ മനുഷ്യനും പറക്കുന്നത്, അവരുടെ ഉമ്മമാർ അവർക്ക് ജന്മം നൽകുന്നത് സ്വാതന്ത്ര്യമായിട്ടാണ്. എപ്പോഴാണ് താങ്കൾ ഇവരെ അടിമകളാക്കി വെച്ചത് എന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചരിത്രത്തിലുണ്ട്. അഥവാ നിങ്ങൾ വംശീയമായി ഭാഷാപരമായി ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ താഴെക്കടയിലുള്ള പൗരന്മാരെ രണ്ടാംകിട പൗരനെന്നും പിന്നാക്കക്കാരെന്നും വകതിരിച്ച് മാറ്റിവെക്കുന്ന വൃത്തികെട്ട സമ്പ്രദായം അത് പാടില്ല എന്ന അതിമൂല്യവത്തായ ആശയമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അത് ഇസ്ലാമിന്റെ ആശയമാണ്. എവിടെ നിന്ന് കിട്ടി ഉമർ ഖത്താബിന് ഈ ആശയം? മാനവികമായ ഈ ആശയം എവിടെ നിന്ന് കിട്ടി? സ്വാതന്ത്ര്യം ജന്മാവകാശമാണെന്ന ഈ ആശയം ഉമർ ഖത്താബിന് എവിടെ നിന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു കൊടുത്തതാണ്. അതാണ് അടിമത്തം അനുവദിക്കപ്പെടില്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യം അത് നിഷേധിക്കപ്പെടാൻ പാടില്ല. ജന്മാവകാശമാണത്. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ നിലപാട് സ്വീകരിച്ചത്. അടിമത്ത മനോഭാവം പാടില്ല. അത് ഒരു പൗരനുണ്ടാകാൻ പാടില്ല. ഞാൻ പിന്നാക്കക്കാരനാണ്, എനിക്കിവിടെ വോട്ടില്ല, എനിക്ക് ഇവിടെ അവകാശങ്ങളില്ല, എനിക്കിവിടെ തൊഴിൽ കിട്ടൂല എന്ന ബോധത്തിലേക്ക് പൗരൻ പോയാൽ
ഭരണകർത്താക്കളുടെ പ്രശ്നമാണത്. ഈക്വൽ ആകണം. അതാണ് നമ്മൾ പറയുന്നത്. ഇക്വാലിറ്റി ഒക്കെ നമ്മൾ നാക്കുകൊണ്ട് പറയും, പക്ഷെ പ്രാക്ടിക്കൽ ആക്കിയിട്ടില്ല. പക്ഷെ പ്രാക്ടിക്കലാക്കി ഈ ചരിത്രത്തെ പഠിപ്പിച്ച, പാഠം പഠിപ്പിച്ച ഇസ്ലാമിക ഖലീഫമാരുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കണം. രാജ്യത്ത് സ്വാതന്ത്ര്യ സമരങ്ങള് എല്ലാ പ്രദേശങ്ങളും, എല്ലാ രാജ്യത്തും ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ രൂപപ്പെട്ടതിന്റെ പിന്നിലുള്ള ചാലക ശക്തി വിശുദ്ധ ഇസ്ലാമിന്റെ ഈ പ്രഖ്യാപനമാണ് എന്ന് നാം അറിയണം. രാജ്യത്തിന്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം, ആ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടന്നു എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അടിമത്ത ചിന്താഗതി എടുത്തു മാറ്റപ്പെട്ട പ്രത്യയശാസ്ത്രം ഈ ഇസ്ലാം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാവരും അടിമകളായിരിക്കും. അത് പാരമ്പര്യമായി വന്ന രാജാക്കന്മാരുടെ അടിമകളായിട്ട് മനുഷ്യൻ മാറുക എന്നുള്ളത് പ്രവണതയായിരുന്നു ലോകത്തിന്റെ. പിന്നെ എവിടുന്നാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിന്താഗതി ഈ മനുഷ്യ സമൂഹത്തിന് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഖുർആനിൽ നിന്നാണ് ലഭിച്ചത്. അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ നിന്നാണ് ലഭിച്ചത്. അതല്ലെങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾ ഇസ്ലാമിനെ ഇവിടെ പ്രാക്ടിക്കലാക്കി ചരിത്രത്തിന്റെ ഗതി മാറ്റി എന്നതിൽ നിന്നാണ് അവർ ലഭിച്ചത്. രാജ്യത്തില് പോർച്ചുഗീസുകാരുടെ കാലഘട്ടം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം അവസാനിക്കുന്നത് വരെ ഈ സ്വാതന്ത്ര്യ വാഗ്മിയോടുകൂടെ ആ ഓരോ അധിനിവേശ ശക്തികൾക്കെതിരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, മുന്നിൽ നിന്ന് പോരാടിയത്, മുന്നിൽ നിന്ന് രക്തസാക്ഷ്യം വഹിച്ചത്, അതിന്റെ മുന്നണി പോരാളികള് മുസ്ലിം സമുദായമാണെന്ന് ചരിത്രം നോക്കിയാൽ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചരിത്രത്തെ വളച്ചൊടിക്കാനൊക്കെ, ഇല്ലായ്മ ചെയ്യാനൊക്കെയുള്ള പുതിയ ഭരണകൂടം ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ, അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ അധിനിവേശ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്താൻ തഹ്രീലു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബ്ദത്തിൽ സിലീബി എന്ന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. രണ്ടാം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അടിമകളായി നിൽക്കേണ്ടവരല്ല മനുഷ്യർ. മമ്പുറന്നങ്ങൾ സൈഫുൽ ബത്തോർ എന്ന ഗ്രന്ഥമാണ് ഈ വിഷയത്തിൽ എഴുതിയത്. അവരൊന്നും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് വീടുകളിലും പള്ളികളിലും ഒതുങ്ങിക്കൂടിയ ആളുകളുമായിരുന്നില്ല. സമരരംഗത്തുണ്ടായിരുന്നു, പോരാട്ട രംഗത്തുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. അത് കേരളത്തിലും മലബാറിലും മാത്രമല്ല, അങ്ങനെ ഉത്തരേന്ത്യയിലുമുണ്ട്. മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ മകൻ ഷാ അബ്ദുൽ അസീസ് അദ്ദഹ്ലവി ഇന്ത്യ ദാറുൽ ഹർബാണ് എന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരാഹ്വാനം നടത്തിയ മഹാനായ മനുഷ്യനാണ്. നിരവധി പണ്ഡിതന്മാർ ആവശ്യത്തിൽ ഷഹീദായിട്ടുണ്ട്. ലക്നൗ കേന്ദ്രീകരിച്ച് ഹിന്ദു മുസ്ലിങ്ങൾ അടങ്ങുന്ന വലിയ സൈന്യത്തെ ഫൈസാബാദ് മൗലവി എന്ന അബ്ദുള്ള എന്ന മഹാനായ പണ്ഡിതൻ ഒരുമിച്ച് കൂട്ടുകയും ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുകയും രക്തസാക്ഷിയാകുകയും ചെയ്തതും നമ്മുടെ ചരിത്രത്തിലുണ്ട്. പക്ഷെ നമ്മളെ പാഠപുസ്തകങ്ങളൊന്നും ഒരുപക്ഷെ അതുണ്ടാവില്ല. പാഠപുസ്തകങ്ങളിലൊക്കെയുള്ള തിരിമറികൾ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇന്നും അതിന്റെ അലിനയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഈ രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി രക്തസാക്ഷികളായ എല്ലാം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യപ്പെട്ട ചരിത്രത്തിൽ നിന്ന് പോലും എടുത്തു മാറ്റുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഈ സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്. സാറേ ജാം സാച്ച ഹിന്ദുസ്ഥാൻ ഹമാരെ എന്നാണ് അല്ലാമാ ഇഖ്ബാൽ പാടിയത്. ആലോചിച്ച് നോക്കൂ. എല്ലാ ഇന്ത്യക്കാരും, എല്ലാ പ്രദേശങ്ങളും ഉന്നതമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണെന്ന് പറയുന്നിടത്തോളം നോക്കൂ, ആ ഒരു വാക്കിന്റെ ഒരു വലിപ്പം നോക്കൂ. വർണ്ണങ്ങളില്ല, ജാതിയില്ല, മതമില്ല. ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രമാണത്. ഈ പ്രത്യയശാസ്ത്രം ആർക്കും അവകാശപ്പെട്ടതല്ല, ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രമാണ്. ഇതിൽ നിന്നാണ് പോരാട്ടങ്ങൾ നടക്കുന്നത്, സമരങ്ങൾ നടക്കുന്നത്. അതിന്റെ ബാക്കിപത്രമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നാം ഒന്ന് അനുസ്മരിച്ച് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാം അനുസ്മരിച്ചതും. ആലോചിച്ച് നോക്കൂ. സാമൂതിരിയോടൊപ്പം കുഞ്ഞാലി മരക്കാർ ഉണ്ടായിരുന്നു, കുഞ്ഞായി മുസ്ലിയാരോടൊപ്പം മങ്ങാട്ടത്തിനുണ്ടായിരുന്നു, ടിപ്പുവിന്റെ പ്രധാനമന്ത്രിയായി പൂർണ്ണയി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആളുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. അവിടെ മതപരമായ വിവേചനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല.
മനുഷ്യരെല്ലാം ഒന്നാണ്, എല്ലാവർക്കും ആവശ്യം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് അത് രൂപപ്പെട്ടത്. പിന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം 74 തീർന്നു, 74 വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും പതിനായിരങ്ങൾ ചെയ്തു തെറ്റെന്തെന്ന് പോലും അറിയാതെ ജയിലിനകത്തുണ്ട്. നാം ചിന്തിക്കണം, ലക്ഷങ്ങൾ ഇന്നും കൊടും പട്ടിണിയിലാണ്. ലക്ഷങ്ങളിൽ നിന്നും കയറി കടക്കാൻ കടപ്പാടമില്ല. കടപ്പാടമുള്ളവരുടെ കടപ്പാടം ബുൾഡോസർ വെച്ച് നിരത്തുന്ന രാഷ്ട്രീയവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതവിശ്വാസത്തിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമുദായം ഈ കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തം അതുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു നമ്മൾ വായിച്ചത്. അഥവാ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിൽ വീണ്ടും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തണമെന്ന ആലോചന നടത്തേണ്ട ഒരു സന്ദർഭമാണ്. ആലോചിച്ചു നോക്കൂ. അതുപോലെ തന്നെ ജാതി താണുപോയതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുകയും അവമതിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം വേറെ. അങ്ങനെ രാജ്യത്തിന്റെ ഈ പരമാധികാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത്. ലൈവായിട്ട് നമ്മൾ ന്യൂസിൽ കാണുകയാണ്. ഈ രാജ്യത്തെ നിലനിർത്തുന്ന ജനാധിപത്യവും അതേപോലെ ഇലക്ഷൻ പോലും തിരിമറികൾക്ക് വിധേയമാക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് രാജ്യം പോകുമ്പോൾ ആലോചിക്കണം. ഈ രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയ പൂർവീകരായ ആളുകൾ, ആ ആളുകൾ ഇത് കണ്ടിട്ട് അപ്രാളപ്പെടുന്നുണ്ടാകും, അത്ഭുതപ്പെടുന്നുണ്ടാകും. എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും അതേപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ പ്രക്രിയ പോലും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് ഈ സ്വാതന്ത്ര്യ ദിന സന്ദർഭത്തിൽ, ഓഗസ്റ്റ് 15 സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് പെരുമാറാവട്ടെ. സമ്പന്നമായ രാജ്യമായി, സമാധാനമുള്ള രാജ്യമായി, സമാധാനമുള്ള മസ്കനായി രാജ്യത്തെ അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. നന്മ ചെയ്യാനും അതനുസരിച്ച് ദീനി ദഅവത്തിന്റെ മേഖല സജീവമാകാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.